ഹായ് ഗൈസ്. സോ ഇതുവരെ നമ്മൾ പ്രൊഡക്റ്റ് ക്ലാസ് ഇവിടെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കറൻ്റ്ലി അല്ലേ. ചില ഡീഫോൾട്ട് വാല്യൂസ് നമ്മളതിൽ കൊടുത്തിട്ടുണ്ട്. പക്ഷേ പ്രോബ്ലം എന്താണെന്ന് പറഞ്ഞാൽ ന്യൂ പ്രോഡക്റ്റ് നമ്മൾ വിളിച്ച് കഴിയുമ്പോൾ നമ്മൾ പറഞ്ഞു കോൾ ചെയ്യുന്ന ടൈമിൽ ഓരോ പ്രോഡക്റ്റിനും സെയിം ഡീഫോൾട്ട് വാല്യൂ തന്നെയാണ് വരുന്നതെന്ന് പറഞ്ഞു മുമ്പത്തെ വീഡിയോയിൽ. അതായത് എല്ലാ പ്രോഡക്റ്റ്സും സെയിം ടൈറ്റിൽ, സെയിം ഇമേജ്, സെയിം പ്രൈസ്, സെയിം ഡിസ്ക്രിപ്ഷൻ തന്നെയാണ് വരുന്നത്. പക്ഷേ നമുക്ക് വേണ്ടത് അതല്ല. നമുക്ക് വേണ്ടത് എന്താണ്? ന്യൂ പ്രോഡക്റ്റ് എന്ന മെത്തേഡ് കോൾ ചെയ്യുന്ന സമയത്ത് തന്നെ ഡിഫറെൻറ്റ് വാല്യൂസ് പാസ് ചെയ്യാൻ പറ്റണം. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു പ്രോഡക്റ്റ് നമുക്ക് പില്ലോ ആക്കണം, പിന്നെ മറ്റൊരു പ്രോഡക്റ്റ് നമ്മൾ എഴുതിയ കാർപ്പറ്റ് ആക്കണം. സോ അങ്ങനെയൊക്കെ വരണം. സോ അപ്പോൾ നിങ്ങൾക്ക് ചോദിക്കാം, ക്ലാസ് ഫംഗ്ഷൻ പോലെ കോൾ ചെയ്യുന്നതല്ലേ, അപ്പോൾ അതിലേക്ക് ആർഗ്യുമെൻറ്റ്സ് പാസ് ചെയ്യാൻ പറ്റുമല്ലോ എന്നുള്ളതൊക്കെ ചോദിക്കാം. നിങ്ങൾക്ക് പറ്റും, പക്ഷേ നമുക്ക് യൂസ് ചെയ്യേണ്ടത് കൺസ്ട്രക്ടർ മെത്തേഡാണ്. ഓക്കെ. സോ ക്ലാസ്സിനകത്ത് മെത്തേഡ് ആഡ് ചെയ്യുന്നത് നോർമൽ ഒബ്ജക്റ്റ് മെത്തേഡ് ഷോർട്ട് ഹാൻഡ് പോലെ തന്നെയാണ്. സോ അതെന്താണെന്ന് വെച്ചാൽ മെത്തേഡ് നെയിം ഉണ്ടാവും, പാരാന്തസിസ് ഉണ്ടാവും, കേർലി ബ്രാക്കറ്റ് ഉണ്ടാവും. പിന്നെ ഇമ്പോർട്ടൻറ്റ് സിൻടാക്സ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഫംഗ്ഷൻ കീവേഡ് നമ്മൾ എഴുതില്ല, ഫംഗ്ഷൻ കീവേഡ് നമ്മൾ യൂസ് ചെയ്യില്ല. ഇവിടെ ഈക്വൽ ടു എന്നുള്ള സൈനും നമ്മൾ യൂസ് ചെയ്യുന്നില്ല. മെത്തേഡിന് ശേഷം സെമിക്കോളൻ ഇടണമില്ല. സോ അതായത് ക്ലാസ്സിനകത്ത് മെത്തേഡ് നമുക്കൊരു എക്സാമ്പിളായിട്ട് ഇങ്ങനെ എഴുതാം. ABC എന്ന് പറഞ്ഞ മെത്തേഡ് കൊടുക്കാം ഞാനിപ്പോൾ. എന്നിട്ട് പാരാന്തസിസ് കേർലി ബ്രാക്കറ്റ്. സോ ഇങ്ങനെ കൊടുക്കാം. എന്നിട്ട് console.log എന്ന് പറഞ്ഞിട്ട് അതിൽ ABC എന്ന് നമുക്ക് കൊടുക്കാം. സോ ഇങ്ങനെ നമുക്ക് എഴുതാം. ഇതേപോലെ നമുക്ക് എത്ര മെത്തേഡ് വേണമെങ്കിലും താഴേക്ക് എഴുതിക്കൊണ്ട് പോവുക. ഇവിടെ ബേസിക്കലി ABC മെത്തേഡും ഉള്ളത് നോർമൽ ക്ലാസ് മെത്തേഡ് തന്നെയാണ്. പക്ഷേ ഇപ്പോൾ നമുക്ക് വേണ്ടത് ആ കസ്റ്റം മെത്തേഡ് അല്ല, നമുക്ക് വേണ്ടത് ഒരു സ്പെഷ്യൽ മെത്തേഡാണ്. ഒരു ന്യൂ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ജാവാസ്ക്രിപ്റ്റ് ഓട്ടോമാറ്റിക്കലി കോൾ ചെയ്യുന്ന മെത്തേഡ്. ആ മെത്തേഡിൻ്റെ പേരാണ് കൺസ്ട്രക്ടർ എന്ന് പറയും. ഓക്കെ. സോ കൺസ്ട്രക്ടർ മെത്തേഡ് എന്നത് ക്ലാസ്സിനകത്ത് സ്പെഷ്യൽ നെയിമുള്ള ഒരു മെത്തേഡാണ്. അത് എല്ലായ്പ്പോഴും കൺസ്ട്രക്ടർ എന്ന രൂപത്തിൽ തന്നെയാണ് വരുന്നത്. സോ ഇതിൻ്റെ സ്പെഷ്യൽ പവർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ന്യൂ പ്രൊഡക്റ്റ് നമ്മൾ ഈ ക്ലാസ് കോൾ ചെയ്യുന്ന സമയത്ത് ന്യൂ പ്രൊഡക്റ്റ് കോൾ ചെയ്യുന്ന സമയത്ത് ഈ ന്യൂ എന്ന് പറഞ്ഞ കീവേഡാണ്. സോ ഞാൻ പറയുമ്പോൾ ന്യൂ പ്രൊഡക്റ്റ് എന്ന് പറയുള്ളൂ. ഈ പ്രൊഡക്റ്റ് ക്ലാസ് കോൾ ചെയ്യുന്ന ടൈമിൽ കോൾ നടക്കുമ്പോൾ ജാവാസ്ക്രിപ്റ്റ് ഓട്ടോമാറ്റിക്കലി കൺസ്ട്രക്ടർ എക്സിക്യൂട്ട് ചെയ്യും. അതുകൊണ്ട് ന്യൂ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ ഇനീഷ്യൽ വാല്യൂസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സെറ്റപ്പ് ചെയ്യാൻ പറ്റും. കൺസ്ട്രക്ടർ യൂസ് ചെയ്തിട്ട് അത് സെറ്റ് ചെയ്തെടുക്കാനും പറ്റും. സോ നമുക്കൊരു എക്സാമ്പിളായിട്ട് ഇങ്ങനെ എഴുതാം. ഇവിടെ ഞാൻ കൺസ്ട്രക്ടർ എന്ന് കൊടുക്കാം, കൺസ്ട്രക്ടർ. എന്നിട്ട് ഇവിടെ ഞാൻ കുറച്ച് വാല്യൂസ് എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. ടൈറ്റിൽ, പിന്നെ ഇമേജ് URL, പിന്നെ പ്രൈസ്, പിന്നെ ഡിസ്ക്രിപ്ഷൻ. സോ ഇത്രയും ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട് ഇവിടെ. സോ ഇവിടെ എന്ന് വെച്ചാൽ കൺസ്ട്രക്ടറിനടുത്ത് പാരാമീറ്റേഴ്സ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഏതൊക്കെ? ടൈറ്റിൽ, ഇമേജ് URL, പിന്നെ പ്രൈസ്, ഡിസ്ക്രിപ്ഷൻ നമ്മൾ കൊടുത്തിട്ടുണ്ട്. സോ ഇവ ബേസിക്കലി ആർഗ്യുമെൻറ്റ്സ് ആയിട്ട് പുറത്തുനിന്നാണ് വരുന്നുണ്ടാവുക. ഓക്കെ. സോ കൺസ്ട്രക്ടറിനകത്ത് ദിസ് എന്തിനെ റെഫർ ചെയ്യുന്നു എന്ന് നമുക്ക് ഇനി നോക്കേണ്ടി വരും. സോ നമ്മളിവിടെ ഈ കൺസ്ട്രക്ടറിൽ ദിസ് എന്ന് പറഞ്ഞാൽ എഴുതി കഴിഞ്ഞാൽ ക്ലാസ് തന്നെ ഡയറക്റ്റ് ആയിട്ടല്ല, പക്ഷേ ക്ലാസ് ബേസ്ഡ് ആയി ഇപ്പോൾ ക്രിയേറ്റ് ആകാൻ പോകുന്ന പുതിയ ഒബ്ജക്റ്റിനെയാണ് അത് റെഫർ ചെയ്യുന്നത്. സോ അതുകൊണ്ട് നമുക്കിവിടെ യൂസ് ചെയ്യണമെങ്കിൽ ദിസ് ഡോട്ട് ടൈറ്റിൽ എന്ന് പറഞ്ഞ് നമുക്ക് എഴുതേണ്ടി വരും. അങ്ങനെ ദിസ് ഡോട്ട് ഇമേജ് URL, ദിസ് ഡോട്ട് ഡിസ്ക്രിപ്ഷൻ, പിന്നെ ദിസ് ഡോട്ട് പ്രൈസ്, അങ്ങനെ നമുക്ക് എഴുതേണ്ടി വരും. സോ നമുക്ക് ഇവിടെ വരുന്ന വാല്യൂസ് ഒന്ന് സെറ്റ് ചെയ്യാം. ദിസ് ഡോട്ട് ടൈറ്റിൽ തന്നെയാണ് വരുന്നത്. പിന്നെ സെമിക്കോളൻ, ദിസ് ഡോട്ട് ഇമേജ് URL ഈക്വൽ ടു ഇമേജ് URL, പിന്നെ ദിസ് ഡോട്ട് പ്രൈസ് ഈക്വൽ ടു പുറത്തുനിന്ന് വരുന്ന പ്രൈസ്, പിന്നെ ദിസ് ഡോട്ട് ഡിസ്ക്രിപ്ഷൻ ഈക്വൽ ടു പുറത്തുനിന്ന് വരുന്ന ഡിസ്ക്രിപ്ഷൻ, പാസ് ചെയ്യുന്ന ഡിസ്ക്രിപ്ഷനാണ് ഉദ്ദേശിക്കുന്നത്. സോ ഇങ്ങനെ വരുന്നത് എന്താണെന്ന് വെച്ചാൽ ദിസ് ഡോട്ട് ടൈറ്റിൽ എന്നുള്ള ടൈറ്റിൽ വരുന്നത്. ഇവിടെ ലെഫ്റ്റ് സൈഡിലുള്ളത് നമ്മൾ എഴുതുന്നില്ലേ, ലെഫ്റ്റ് സൈഡിലുള്ള ദിസ് ഡോട്ട് ടൈറ്റിൽ എന്ന് പറഞ്ഞാൽ ന്യൂ ഒബ്ജക്റ്റിൻ്റെ പുതിയ പ്രോപ്പർട്ടി, എന്ന് വെച്ചാൽ പുതിയൊരു ഒബ്ജക്റ്റിൻ്റെ പ്രോപ്പർട്ടി എന്ന് പറയാൻ പറ്റും. റൈറ്റ് സൈഡിലുള്ള ടൈറ്റിൽ, ഇപ്പോൾ നമ്മൾ എഴുതിയിരിക്കുന്ന റൈറ്റ് സൈഡിലുള്ള ടൈറ്റിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കൺസ്ട്രക്ടർ പാരാമീറ്റർ ആണ് ആക്ച്വലി. സോ അതായത് പുറത്തുനിന്ന് വരുന്ന ടൈറ്റിലിൻ്റെ വാല്യൂ ആണ്. ഈ ക്ലാസ് കോൾ ചെയ്യുമ്പോൾ നമ്മൾ പാസ് ചെയ്യുന്ന ടൈറ്റിൽ, ആ വരുന്ന ടൈറ്റിലിനെയാണ് നമ്മളിതിൽ സ്റ്റോർ ചെയ്യുന്നത്. സോ ആ ടൈറ്റിലാണ് റൈറ്റ് ഹാൻഡ് സൈഡിലെ ടൈറ്റിൽ വരുന്നത്. സോ അതേപോലെയാണ് ബാക്കിയുള്ള പ്രോപ്പർട്ടീസ് ലൈക്ക് ഇമേജ് URL, പ്രൈസ്, ഡിസ്ക്രിപ്ഷൻ. സോ ഇതിലൂടെ എല്ലാ വാല്യൂസും ഇനീഷ്യലൈസ് ചെയ്യുന്നു നമ്മൾ. ഇപ്പോൾ കൺസ്ട്രക്ടർ നമുക്ക് റെഡി ആയിട്ടുണ്ട്. സോ ഇതിനർത്ഥം നമുക്ക് ന്യൂ പ്രോഡക്റ്റ് എംപ്റ്റി ആയിട്ട് കോൾ ചെയ്യേണ്ടതില്ല. അതിന് പകരം നമ്മൾ കോൾ ചെയ്യുന്ന ടൈപ്പിൽ നമുക്ക് വാല്യൂ പാസ് ചെയ്യാം. ഒരു എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ നമുക്കിവിടെ എഴുതാം കോൺസ്റ്റ് P1 ഈക്വൽ ടു ന്യൂ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട്. ന്യൂ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞ് വിളിച്ചിട്ട് നമുക്ക് വാല്യൂസ് പാസ് ചെയ്താൽ മതി ഇവിടെ. സോ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഈ ടൈറ്റിൽ പാസ് ചെയ്യാം നമുക്ക്.
ടൈറ്റിൽ, ഓക്കെ. പിന്നെ ഇമേജ് URL പാസ് ചെയ്യണം. ഇമേജ് URL നമ്മൾ എടുക്കുന്നുണ്ട്, കോപ്പി. പിന്നെ നമുക്ക് വേണ്ടത് പ്രൈസ് ഞാൻ പാസ് ചെയ്യുന്നുണ്ട്. പിന്നെ അതോടൊപ്പം തന്നെ ആ ഡിസ്ക്രിപ്ഷനും പാസ് ചെയ്യാം. എന്നിട്ട് തൽക്കാലം ഞാൻ കൺസോൾ ലോഗ് ഇട്ട് നോക്കാം. നമ്മുടെ ഇത് വർക്ക് ആവുന്നുണ്ടോ എന്ന് അറിയാനായിട്ട് കൺസോൾ ലോഗിലൊന്ന് ഇട്ട് നോക്കണം. സ്ട്രിങ് ആണ് വേണ്ടത്. സോ ഞാനിവിടെ console.log of p1 എന്നൊന്ന് വിളിക്കുകയാണ്. നമുക്ക് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം സംഭവം വർക്ക് ആവുന്നുണ്ടോ നമ്മൾ എഴുതുന്നത്. സോ ഞാനത് റീലോഡ് ചെയ്ത് നോക്കാം. നമുക്ക് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാവും നമുക്ക് ടൈറ്റിലൊക്കെ വരുന്നുണ്ട്. ഓക്കെ, വാല്യൂ ഇവിടെ സെറ്റ്. ഇവിടെ എന്താ നടക്കുകയെന്ന് വെച്ചാൽ ന്യൂ പ്രോഡക്റ്റ് നമ്മൾ കോൾ ചെയ്യുമ്പോൾ ഈ ഫംഗ്ഷൻ നമ്മൾ ഈ ന്യൂ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഇത് ക്ലാസ് ഈ ക്ലാസ് കോൾ ചെയ്യുന്ന സമയത്ത് അതിൽ പില്ലോ ബേസിക്കലി പിന്നെ ഈ അതിൻ്റെ ഇമോജി URL അതിൻ്റെ പ്രൈസ് അതിൻ്റെ ഡിസ്ക്രിപ്ഷനൊക്കെ നമ്മൾ വാല്യൂസ് കൺസ്ട്രക്ട് പാരാമീറ്ററിലേക്കാണ് പോകുന്നത്. കോൾ ചെയ്ത് കഴിഞ്ഞാൽ നേരെ ഇങ്ങോട്ടേക്ക് വരുന്നത് കൺസ്ട്രക്ട് പാരാമീറ്ററിലേക്കാണ് വരുന്നത്. അതിനുശേഷം കൺസ്ട്രക്ടർ അവയെ ഒബ്ജക്റ്റ് പ്രോപ്പർട്ടീസിലേക്ക് അസൈൻ ചെയ്യുന്നുണ്ട്. സോ ദിസ് ഡോട്ട് ആയിട്ട് പറഞ്ഞാൽ പുതിയൊരു ഒബ്ജക്റ്റിൻ്റെ പ്രോപ്പർട്ടീസാണ് ആക്ച്വലി ഇത് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ P1 ബേസിക്കലി ഇനിയൊരു ഫുൾ പ്രൊഡക്റ്റ് ഒബ്ജക്റ്റ് ആണ്. ഓക്കെ, ഇപ്പോൾ നമുക്ക് നമ്മുടെ പ്രൊഡക്റ്റ് ലിസ്റ്റ് ഒബ്ജക്റ്റിലേക്ക് പ്രൊഡക്ട്സിൻ്റെ അകത്ത് നിന്ന് നമുക്ക് പ്ലെയിൻ ഒബ്ജക്ട്സ് മാനുവലി എഴുതിയിരിക്കുകയാണ്. ഇവിടെ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അറിയാം ഇവിടെ നമ്മൾ പ്ലെയിൻ ഒബ്ജക്ട്സ് മാനുവലി യൂസ് ചെയ്തിരിക്കുകയാണ്. സോ ഇതിന് പകരം ന്യൂ പ്രൊഡക്റ്റ് യൂസ് ചെയ്യാം. ഇതാണ് ക്ലാസ് ബേസ്ഡ് ക്രിയേഷൻ. ഇതിൻ്റെ ബെനിഫിറ്റ് എന്താണെന്ന് പറഞ്ഞാൽ ഓരോ പ്രൊഡക്റ്റും സെയിം സ്ട്രക്ചർ ഫോളോ ചെയ്യും. അതായത് ടൈപ്പ് വരാനുള്ള ചാൻസ് കുറയും, ടൈപ്പ് എറേഴ്സ് ബേസിക്കലി വരാനുള്ള ചാൻസ് കുറയും, ഒരു പ്രോപ്പർട്ടി മിസ് ചെയ്യാനുള്ള ചാൻസും കുറയും. കാരണം ബ്ലൂ പ്രിൻ്റ് ഓൾറെഡി ക്ലാസ്സിനകത്ത് നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുണ്ട് അല്ലേ. സോ അതുകൊണ്ട് നമുക്ക് അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പം നമുക്ക് ചേഞ്ച് ചെയ്യണമെന്ന് വെച്ചാൽ സിമ്പിളാണ്. ഇത് കോപ്പി ചെയ്യാം. ഓക്കെ, എന്നിട്ട് ഈ പ്രൊഡക്ട്സിൻ്റെ അകത്ത് ഞാൻ ഇങ്ങനെ വിളിക്കാം നമുക്ക്. ഓക്കെ, എന്നിട്ട് ഇത് ഓൾറെഡി സെയിം പ്രോഡക്റ്റ് ആണ്, അതുകൊണ്ട് ഞാനത് റിമൂവ് ചെയ്യാം. എന്നിട്ട് ഇതേ ഫോർമാറ്റ് ചെയ്യാം. ഓക്കെ, പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതേ പ്രോഡക്റ്റ് ഒന്നും കൂടിയും വിളിക്കാം. ഇപ്പം നമുക്ക് ഇത് നമ്മുടെ കയ്യിൽ എന്താ ഉള്ളതെന്ന് വെച്ചാൽ പില്ലോൻ്റെ ആണ് നമ്മൾ എഴുതിയിരിക്കുന്നത്. ഇനി കാർപ്പറ്റിനെ കൂടി ഡാറ്റ എഴുതണം. അപ്പോൾ കാർപ്പറ്റിനെ കൂടി ഡാറ്റ നമുക്ക് എഴുതി വയ്ക്കാം. ഇപ്പോൾ തൽക്കാലം കാർപ്പറ്റ്, പിന്നെ പ്രൈസ് വന്നിട്ട് 100, പിന്നെ അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ കറസ്പോണ്ടിലി അപ്ഡേറ്റ് ചെയ്യാം. നമുക്ക് അറ്റ് ലാസ്റ്റ് നമുക്ക് എന്താ വേണ്ടത് വെച്ചാൽ നമ്മുടെ ഈ ഇമേജ് URL കൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്യാം. സേവ് ചെയ്യാം. എന്നിട്ട് ഓക്കെ, നമുക്ക് എന്നിട്ട് ഒന്ന് റീലോഡ് ചെയ്ത് നോക്കണം. ഇനി വർക്കാവുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. കൂൾ, കറസ്പോണ്ടിങ്ങിൽ അത് വർക്കാവുന്നുണ്ട്. ഇത് ഞാൻ കാണിക്കാൻ വേണ്ടി ചെയ്തത്, നമുക്കിത് ആവശ്യമില്ല. സോ ഇത് ഞാൻ റിമൂവ് ചെയ്യാം. ഇവിടെ ശ്രദ്ധിക്കേണ്ട മെയിൻ പോയിന്റ് എന്ന് പറഞ്ഞാൽ പ്രൊഡക്റ്റ് നമുക്ക് ക്ലാസ് ഉണ്ട്, അതിൽ കൺസ്ട്രക്ടർ നമ്മൾ എഴുതിയിട്ടുണ്ട്. ഓക്കെ, സോ പ്രൊഡക്റ്റ് അറയുടെ അകത്ത് ഈ പ്രൊഡക്ട്സ് എന്ന് പറഞ്ഞാൽ ഈ അറയില്ലേ, ഈ അറയുടെ അകത്ത് നിന്ന് നമ്മൾ എന്താ വെച്ചാൽ ഈ ക്ലാസ് കോൾ ചെയ്യുന്നത് ന്യൂ കീവേഡ് ന്യൂ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞിട്ട് യൂസ് ചെയ്യുന്നു. സോ റെൻഡർ ലോജിക്ക് നമുക്ക് സെയിം ആയിട്ട് തന്നെ വർക്ക് ചെയ്യും. നമ്മളിവിടെ കോൾ ചെയ്യുന്ന റെൻഡർ മെത്തേഡാണ്. സോ റെൻഡർ മെത്തേഡ് എന്ന് ചെക്ക് ചെയ്യുമ്പോൾ കറസ്പോണ്ടിൽ കറക്റ്റായിട്ട് തന്നെ നമുക്ക് വർക്ക് ചെയ്യും. അതെന്താ വെച്ചാൽ ക്ലാസ് ഇനീഷ്യേറ്റ് ചെയ്താലും അവസാനം കിട്ടുന്നത് നോർമൽ ജാവാസ്ക്രിപ്റ്റ് ഒബ്ജക്റ്റ് തന്നെയാണ്. നമ്മൾ ഇവൻതോ ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ജാവാസ്ക്രിപ്റ്റ് ഒബ്ജക്റ്റ് തന്നെയാണ് നമുക്കിവിടെ കിട്ടുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് കറസ്പോണ്ടിങ്ങിൽ അത് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ ബേസിക്കലി ക്ലാസ് ബേസ്ഡ് അപ്രോച്ചിൻ്റെ ബെനിഫിറ്റ്സ് ഒക്കെ ക്ലിയർ ആണെന്ന് വെച്ചിട്ടുണ്ടോ. മുമ്പ് പ്ലെയിൻ ഒബ്ജക്ട്സ് മാനുവലി നമുക്ക് എഴുതേണ്ടി വന്നിരുന്നു. ഇപ്പോൾ നമ്മൾ എന്താ വെച്ചാൽ ഒരു പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞ ക്ലാസ് ക്രിയേറ്റ് ചെയ്തിട്ട് അതിന് വിളിക്കുക ചെയ്യുന്നത്. ന്യൂ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞിട്ട് ഡാറ്റ പാസ് ചെയ്യുന്നുണ്ട് എന്ന് എഴുതിയാൽ മതി. അതിലൂടെ ബേസിക്കലി എന്ന് വെച്ചാൽ സ്ട്രക്ചർ കൺസിസ്റ്റൻ്റ് ആകും, മിസ്റ്റേക്സ് കുറയും, റീയൂസ് ചെയ്യാൻ ഈസി ആവും, കോഡ് കൂടുതൽ ഓർഗനൈസ്ഡ് ആവുകയും ചെയ്യും. ഓക്കെ, അതുകൊണ്ട് ക്ലാസസ് ഒബ്ജക്ട്സിനെ റീപ്ലേസ് ചെയ്യുന്നില്ല, പക്ഷേ ഒബ്ജക്ട്സ് ക്രിയേറ്റ് ചെയ്യുന്നത് കൂടുതൽ കൺവീനിയൻ്റ് ആകുന്നു. ഓക്കെ, ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് റാപ്പ് അപ്പ് ചെയ്യുകയാണ്. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക്സ് എ ലോട്ട്, ബൈ.